ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഗോവൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. സോ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ ഗോവൻ ട്രിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഞങ്ങൾ ഫസ്റ്റ് അവരുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജയനഗർ മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ മെട്രോ എടുത്ത് യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനിൽ എത്തി. സോ യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ. സോ ഇവിടുന്ന് വൈകുന്നേരം 3 മണിക്ക് നമുക്ക് യശ്വന്ത്പൂർ ടു വാസ്കോഡ ഗാമ, ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഗോവയിലേക്ക് ട്രിപ്പ് പോയത്. സോ 3 മണി ഏകദേശം ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ ട്രെയിനൊക്കെ തപ്പി കണ്ടുപിടിച്ചു. പ്ലാറ്റ്ഫോം 5-ലായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ, വാസ്കോ ടു യശ്വന്ത്പൂർ. അങ്ങനെ ഞങ്ങൾ തപ്പി നമ്മുടെ കോച്ചൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങൾ സീറ്റിൻ്റെ അടുത്തെത്തി. സോ ഇവിടുന്ന് ഏകദേശം ഒരു 12 hours പ്ലസ് ജേണി ഉണ്ട് നമുക്ക് വാസ്കോയിൽ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കറക്റ്റ് 3 മണിയായപ്പോൾ തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്തേക്കൂടിയുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയായിരുന്നു. കർണാടകയുടെ ഉള്ള ഏരിയയിൽ കൂടിയായിരുന്നു ഈ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നത്. സോ പുറത്തൊക്കെ നല്ല പച്ചപ്പും എന്താ പറയുക, നമ്മൾ കേരളം പോലെ തന്നെയായിരുന്നു ആ സ്ഥലം കാണാനൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ ഒരു സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയ ബോറടിച്ചൊന്നുമില്ല ട്രെയിൻ ജേണി. അങ്ങനെ ഒരു കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുടായി. ഇനിയിപ്പോൾ രാവിലെ ഒരു 5:30 ഞങ്ങൾ വാസ്കോ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. സോ ഡിന്നറൊക്കെ കഴിച്ചൊന്ന് കിടക്കട്ടെ, ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും കാണാം. അങ്ങനെ ഒരു 5 o'clock ആയപ്പോഴത്തേക്കും നമ്മൾ വാസ്കോ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇതാണ് 5:30 ആയിരുന്നു ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഒരു 5 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. ഇതൊരു നോർമൽ റെയിൽവേ സ്റ്റേഷനാണ്, അധികം വലിയ റെയിൽവേ സ്റ്റേഷനും അല്ല, എന്നാൽ ഒട്ടും ചെറുതുമല്ല. സോ ഞങ്ങൾ അതിൻ്റെ പുറത്തേക്ക് വന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കല്ലങ്കോട്ട് ബീച്ച് സൈഡിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഈ ട്രിപ്പിൽ മെയിനായിട്ട് നമ്മൾ നോർത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒരു 500 meter സ്ട്രെയിറ്റ് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബസ്സൊക്കെ കിട്ടും, ഡയറക്റ്റായിട്ടുള്ള. അതായത് കല്ലങ്കോട്ട് ബീച്ചിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടാവാം. അതുപോലെ പനാജി, എവിടെയാണോ നമുക്ക് പോകേണ്ടത് ഈ സർക്കിളിൽ നമുക്ക് ആ ബസ്സൊക്കെ കിട്ടും. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. അതൊരു ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 6 o'clock സോ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു, കാരണം നമുക്കിപ്പോൾ ഒരു 8 o'clock ഇവിടുത്തെ ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ബസ് വന്നു, അതിൽ കയറി. AC ബസ്സായിരുന്നു ഇത് പനാജിയിലേക്കുള്ള ബസ്സായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു മോർണിംഗ് 7 ഒക്കെ ആയപ്പോഴത്തേക്കും പനാജി ബസ് സ്റ്റാൻഡിൽ എത്തി. ഈ പനാജി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി നമുക്ക് കല്ലങ്കോട്ട് ബീച്ചിലേക്കുള്ള ബസ്സിൽ പോകണം. അപ്പോൾ ഇവിടുന്ന് ബേ നമ്പർ 20 അവർ പറഞ്ഞു കല്ലങ്കോട്ടേക്കുള്ള ബസ് വന്ന് നിർത്തുന്ന സ്ഥലം. സോ ഞങ്ങൾ അവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 1 hour അടുത്ത്, ഒരു 45 minutes to 1 hour അങ്ങനെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി. പോകുന്ന വഴിയിൽ നല്ലൊരു സൺറൈസൊക്കെ കണ്ടു. ഒരുപാട് നാളായി സൺറൈസൊക്കെ കണ്ടിട്ട്. സോ നല്ലൊരു കാഴ്ചയായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ബസ് സ്റ്റോപ്പായ കല്ലങ്കോട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടുന്ന് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലായിരുന്നു നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. സോ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ബൈക്ക് റെൻറ്റിന് എടുക്കണം നമുക്ക്, ബൈക്കല്ല സ്കൂട്ടി. സോ ഇങ്ങനെ സൈഡിലൊക്കെ ഒരുപാട് റെൻറ്റിങ് ഓപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ സൗകര്യം പോലെ എവിടെ നിന്നാന്ന് വെച്ചാൽ റെൻറ്റിന് എടുക്കാവുന്നതാണ്. സോ ഞങ്ങൾ റെൻറ്റിന് എടുത്തത് ഞങ്ങളുടെ റൂമിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു ചേട്ടൻ്റെ അടുത്ത് നിന്നാണ്. ഇതാണ് ഞങ്ങളുടെ വണ്ടി, ഞങ്ങൾ ഈ വണ്ടിയാണ് എടുത്തത്. അങ്ങനെ റെൻറ്റൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ഇവിടുത്തെ ഫോർട്ട്സൊക്കെ കവർ ചെയ്യാമെന്നാണ്. അപ്പോൾ 2 ഫോർട്ടാണ് നോർത്ത് ഗോവയിലുള്ളത്, അഗോഡ ഫോർട്ടും അതുപോലെ തന്നെ ചപ്പോര ഫോർട്ട്. സോ ഫോർട്ടൊക്കെ ഏകദേശം ഒരു 5 o'clock ആകുമ്പോഴത്തേക്ക് ക്ലോസ് ആവും. സോ അതിനുള്ളിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ അഗോഡ ഫോർട്ടിലേക്കാണ് പോയത്. ഇവിടെ നിന്നൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 25 rupees ആണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായതുകൊണ്ട് ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. 50 rupees ആയി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്കുള്ള എൻട്രൻസിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫീ അതുപോലെ പേ ചെയ്യണം. നമ്മൾ 2 വീലറിന് പാർക്കിംഗ് ഫീ വരുന്നത് 50 rupees ആണ്. അതിവിടെ എവിടെ പോയാലും നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കണം. 50 rupees ആണ് ഇവിടെ മിനിമം പാർക്കിംഗ് ഫീ ആയിട്ട് വരുന്നത്. സോ അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഫീ കൊടുത്തു, എൻട്രി ടിക്കറ്റ് എടുത്തു. നമുക്കിനി കോട്ടയുടെ അകത്തേക്ക് പോവാം. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 to ഈവനിങ് ഒരു 6 o'clock വരെയാണ്. അഗോഡ ഫോർട്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും പൗരാണികവുമായ ഫോർട്ടാണ്.
ഡച്ചുകാരിൽ നിന്നും അതുപോലെ മറാഠികളിൽ നിന്നും ഒക്കെയുള്ള ആക്രമണം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജലസംഭരണി കൂടിയായിരുന്നു ഈ അഗോഡ ഫോർട്ട്. 1609 കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. വെറും 3 വർഷം എടുത്ത് 1612 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്ന ഒരു പോർച്ചുഗീസ് കോട്ട കൂടിയാണ് ഈ അഗോഡ ഫോർട്ട്. അഗോഡ എന്നാൽ ജലം എന്നാണ് അർത്ഥം. പണ്ടുകാലത്ത് ഇതുവഴി പോയിരുന്ന കപ്പലിലൊക്കെ ജലം നിറച്ചിരുന്നത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അഗോഡ ഫോർട്ടിനേക്കാൾ പ്രശസ്തമാണ് അഗോഡ ഫോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലൈറ്റ് ഹൗസ്. അഗോഡ ഫോർട്ടിൽ ഈ ലൈറ്റ് ഹൗസാണ് ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ ലൈറ്റ് ഹൗസ്. 1864 നിർമ്മിക്കപ്പെട്ട ഈ ലൈറ്റ് ഹൗസ് തുടക്കകാലത്ത് 7 മിനിറ്റിലൊരിക്കലൊക്കെ ആയിരുന്നു പ്രകാശിച്ചിരുന്നത്. ഇന്ന് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചപ്പോൾ എല്ലാ 30 സെക്കൻഡിലും ഇവിടെ നിന്ന് പ്രകാശം പുറപ്പെടുന്നുണ്ട്. ഞങ്ങളെത്തിയതൊരു നൂൺ ടൈമിലൊക്കെ ആയിരുന്നു. ഒരു 12 മണിയൊക്കെ ആവുന്ന സമയത്താണ് ഞങ്ങൾ ആ ഫോർട്ടിലെത്തിയത്. സോ നല്ല വെയിലായിരുന്നു ഇവിടെ, പക്ഷെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പതിയെ ഇറങ്ങുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഈ വഴിയിലൊക്കെ ഈ ഫോർട്ടിൻ്റെ പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട്. സോ വെയിലത്തുനിന്ന് ഇറങ്ങി വന്നതായതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം നിൽക്കാൻ നല്ല സുഖമാണ്, നല്ല തണുപ്പൊക്കെ ആയിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഈ ഫോർട്ടിൻ്റെ തന്നെ ലോവർ പോർഷൻ ഉണ്ട്, അത് സിങ്ക്വേരിയം ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. സോ അവിടെ പോയി അവിടെ നിന്ന് നമുക്ക് നേരെ ചപ്പോര ഫോർട്ടിലേക്കൊക്കെ പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ല, അതുകൊണ്ട് പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നു. വരുന്ന വഴിയിൽ പെട്രോൾ അടിക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ഇനി പെട്രോൾ അടിക്കണമെങ്കിൽ നമ്മൾ കല്ലങ്കോട് വരെ പോകണം. സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കല്ലങ്കോട് പോയി പെട്രോളൊക്കെ അടിച്ച് ചപ്പോര ഫോർട്ടിലേക്ക് പോകും. അങ്ങനെ ഞങ്ങളിപ്പോൾ ചപ്പോര ഫോർട്ടിൽ എത്തി. ഇതാണ് ചപ്പോര ഫോർട്ടിൻ്റെ എൻട്രിങ് പോയിൻ്റ്. ഇവിടെ നിന്ന് ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് മുകളിലുള്ള ചപ്പോര ഫോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ ലഞ്ചൊക്കെ കഴിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഫോർട്ടിൽ എൻട്രി ഫീ ഇല്ല. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫീ കൊടുക്കണം, 50 റുപ്പീസ് തന്നെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ഈവനിങ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഓൾറെഡി. നല്ല വ്യൂ ആണ് ഇവിടെ കയറി പോകുമ്പോൾ, ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. കടലും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ദിൽ ചാഹത്താ ഹൈ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ചപ്പോര ഫോർട്ട് കുറച്ചും കൂടി ഫേമസ് ആവാൻ വേണ്ടി തുടങ്ങിയത്. ഇതിനും ഒരുപാട് ചരിത്രപ്രധാനമായ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. ഇതിൻ്റെ ഒരു കാര്യം കേട്ടിരിക്കുന്നത്, ഈ ചപ്പോര ഫോർട്ടിൻ്റെ മതിലുകൾ കെട്ടിത്തീർക്കാൻ അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ചപ്പോര ഫോർട്ടിൻ്റെ എൻട്രൻസിൽ എത്തി. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മളെ സിനിമയിൽ കാണുന്ന പോലെ ഫോട്ടോസൊക്കെ ഇരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റീക്രിയേറ്റ് ഒക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ ഭയങ്കര ഒന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഈ മതിലുകളും അതിൻ്റെ സൈഡിലിരുന്നിട്ടുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഇവിടെ ഞങ്ങൾ എത്താറായപ്പോഴത്തേക്കും സൺസെറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നടന്ന് ഇവിടെയൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയുള്ള പാരാ കോക്കനട്ട് ട്രീ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഒരുപാട് ആൾക്കാർ ഇവിടത്തേക്ക് കയറുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോട്ട ഏകദേശം പൂട്ടാനായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോഴൊക്കെ തന്നെ. അങ്ങനെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം.
അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമാണ് അവിടത്തേക്കുള്ളത്, പാരാ കോക്കനട്ട് ട്രീൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര ക്രൗഡായിരുന്നു ഇവിടെ. ഇതിൻ്റെ എൻട്രൻസിൽ നമ്മൾ അതുപോലെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മൾ 50 റുപ്പീസ് പേ ചെയ്യണം. പിന്നെ ഇവിടെ കാര്യമായിട്ട് അങ്ങനെ കാണാനൊന്നുമില്ല, 2 സൈഡിലും കുറേ തെങ്ങ് ഉണ്ട്, അത്ര തന്നെ. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു അത്ഭുതം, അത്ര പ്രത്യേകതയായിട്ടൊന്നും തോന്നാനുള്ള സാധ്യത കുറവാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സിങ്ക്വേരിയം ബീച്ചിലേക്കായിരുന്നു. നേരത്തെ നമ്മൾ പെട്രോൾ ഇല്ലാത്തത് കാരണം മിസ് ചെയ്ത ബീച്ചായിരുന്നു ഇത്. സോ അങ്ങനെ ഇവിടെ എത്തി. ഇവിടെയും നമ്മൾ എൻട്രി ഫീ ഇല്ല, പക്ഷേ പാർക്കിംഗ് ഫീ 50 റുപ്പീസ് പേ ചെയ്യണം 2 വീലറിന്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ആൾക്കാരും ക്രൗഡഡ് ആയിരുന്നു ഇവിടെയും. ഗോവയിൽ ഇപ്പോൾ സീസൺ തുടങ്ങിയതുകൊണ്ട് ഇവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഈ സൈഡിൽ കാണുന്നതാണ് സിങ്ക്വേരിയം ബീച്ച്. ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ കളിക്കുന്നതൊക്കെ കാണാം കടലിൽ. ഈ സൈഡിൽ താഴെ ആയിട്ട് ഇതാണ് സിങ്ക്വേരിയം ബീച്ച്. സിങ്ക്വേരിയം ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് ലോവർ അഗോഡ ഫോർട്ട് വരുന്നത്. നേരത്തെ അഗോഡ ഫോർട്ടിൻ്റെ ലോവർ പോർഷൻ അതാണ് ഈ ഭാഗം, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ കടലിൽ ഉള്ളത്. സോ ഇവിടുന്ന് ഈ സിങ്ക്വേരിയം ബീച്ചിൽ ഒരുപാട് ആൾക്കാർ കടലിലിറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നമ്മൾ ഒരുപാട് നേരം നിന്നു. ഇങ്ങനെ ആ വ്യൂ പോയിൻറ്റിലൊക്കെ പോയി കുറച്ച് സമയം കടലിലൊക്കെ നോക്കിയിരുന്നു. കടലിലെ തിരയൊക്കെ എണ്ണി നമ്മൾ പതുക്കെ ഇവിടുന്ന് നേരെ പോയത് പിന്നെ റൂമിലേക്കായിരുന്നു. ഇവിടുന്ന് ഇനി റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വേണം നമുക്ക്. നമ്മുടെ റൂമിൻ്റെ സൈഡിൽ തന്നെയാണ് കല്ലങ്കോട് ബീച്ച് വരുന്നത്. സോ കല്ലങ്കോട് ബീച്ചിൻ്റെ ഒരു സൈഡിൽ ബാഗ ബീച്ചും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോളിയം ബീച്ചുമാണ് വരുന്നത്. സോ നമുക്ക് ഇവിടുന്ന് റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾ ബീച്ചിലായിരിക്കും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കല്ലങ്കോട് ബീച്ചിലെത്തി. കല്ലങ്കോട് ബീച്ചിൽ സൈഡിലൊക്കെ ഒരുപാട് ഷാക്സും അതുപോലെ തന്നെ DJs ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ കല്ലങ്കോട് ബീച്ചിൻ്റെ ഒരു എൻഡിൽ നിന്ന് നേരെ ബാഗ ബീച്ച് വരെ നടന്നു കടലിൻ്റെ സൈഡിൽ കൂടെ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഈവനിങ് വാക്കൊക്കെ. പ്രത്യേക ഒരു വൈബായിരുന്നു ആ ഒരു ഏരിയയിൽ കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അവിടെ നിന്ന് ഒരു ഷാക്കിൽ നിന്ന് നമ്മൾ ഡിന്നറും കഴിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ എൻഡ് ചെയ്തു. ഇനി റൂമിലേക്ക് പോകണം കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ ഇരുന്ന് ഒരു 12-12:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ. ഇനി നാളെ നമുക്ക് കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ പതിയെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ.